ഏട്ടോ ഓൻ ഗെയിലിന്ന് വന്നിക്കണെന്ന് പറഞ്ഞു. ഓൻ ഇനി പെരയെ കയറ്റാൻ പറ്റൂല. പെരയെ കയറ്റിയാലും ഇനി അതൊരു വർത്താനത്തിന് എനിക്ക് താല്പര്യമില്ല. നിങ്ങള് ആ മട്ട പോലെ എന്താ വെച്ചാ പറഞ്ഞോണ്ടു. ഞാൻ പറഞ്ഞ ഈ വർത്താനത്തിൽ ഏറി പറഞ്ഞോട്ടെ. ഇനി പറ്റി പറഞ്ഞാണ്ടേ വല്ല ഏറിയാണ്ട് നമുക്ക് കോടതി സ്റ്റേഷനിൽ നടക്കാനാവില്ല. ഓലുണ്ടല്ലോ അവിടെ ഇരിക്കണ്ടേ. ഇനി ഞാൻ ഇതിൽ ഇടപെടാൻ നിൽക്കില്ല. ഇടപെട്ട അത് തമ്മിൽ തല്ലാവും കേട്ടോ. ആയിക്കോട്ടെ, നമുക്ക് കാര്യം സംസാരിച്ചാൽ പോരെ. ഇനി കച്ചണ്ടാക്കാന്ന് വേണ്ട. എന്താ ഞങ്ങള് ആ രീതിയിൽ ചെയ്തോളി. ഇടപെടുന്നില്ല. ആയിക്കോട്ടെ. എന്ത് വീട് എന്ത് നാട് അതിനൊക്കെ നമ്മളെ വീട്ടുകാരുണ്ട്. നമ്മളെ അറിയാതെ ജയിലിന്നല്ലേ വരുന്നത്. അത് വരുന്നു കാരണവരൊക്കെ എന്റെ കാരണവരാണത്. ഇജ് എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങളിവിടെ സൗകര്യം ജീവിക്കല്ലേ. ആ നാട്ടുകാരെ കണ്ടാ എന്താ പറയാ? നമുക്ക് അല്ലെങ്കിൽ ആൾക്കാരനോട് ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലേ. ഈ വക പണിയൊക്കെ കാട്ടിക്കൂട്ടിച്ചോണ്ട് ഞങ്ങൾക്ക് ഇവിടെ നാട്ടില് ജീവിക്കൊന്നും വേണ്ടേ? ഞങ്ങൾ അല്ലെങ്കിൽ നല്ല സൗകര്യം ജീവിക്കുകയാണ്. ഈ പന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റൂല. അല്ലെങ്കിൽ തന്നെ ചീത്തപ്പേരാണ്. എനിക്ക് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാ ഓളെ കാര്യം ആലോചിക്കണ്ടേ. ഇവൻ പിന്നെ നാട്ടിക്കല്ലേ പിന്നെ ഏത് അടുപ്പിക്കാ പോണേ? ഇജല് ചങ്ങ എന്റെ പെരക്കാരെ പറ്റിയ പൂവ വർത്താനം പറഞ്ഞേ. ഞാൻ പറയാം ഏട്ടാ, ഞാൻ നിങ്ങളെ വീട്ടിക്കല്ല, പിന്നെ നമ്മൾ എങ്ങോട്ടാ പോവാ? ഞാൻ അറിയാതെ പറ്റിയൊരു ഇതല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കേസല്ലേ അത്. ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എങ്ങോട്ടാ പോവാ? നിങ്ങൾ മൂന്നാളും അനുജെങ്കിലും ഒന്ന് പറയേ. നമ്മളെ അടുത്തമ്മേനെ ഞങ്ങളെ മുന്നിലിട്ട് കൊന്നത്, എന്നിട്ട് ഞങ്ങളെ വീട്ടിക്ക് സ്വീകരിക്കാന്നോ? എന്റെ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റണില്ല. ജയിൽപ്പുള്ളിന്റെ പെങ്ങളാണ് പറഞ്ഞത്. അനു, ആ നിമിഷം എന്നെ ഓർമ്മിപ്പിക്കല്ല. അറിയാതെ പറ്റിയതാണ്. എന്റെ ഒപ്പമുള്ള എന്നെ ചതിച്ചതാണ്. കഞ്ചാവ് തന്ന് അതിന്റെ ഏതോ ഒരു ഇതിലൊരു പറ്റിപ്പോയതാണ്. ഇനിങ്ങൾ ആ ഒരു ഇതിക്ക് ഓർമ്മിക്കല്ലേ. എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങള്. കള്ളും കഞ്ചാവും അടിച്ചു നടന്ന് എന്തൊക്കെ പരാക്രമം അവിടെ കാട്ടിക്കൂട്ടി നമുക്ക് വല്ല ബോധമുണ്ടോ? ആ പരിപാടി കഴിഞ്ഞ് ആളെയും കൊന്ന് ജയിലിക്ക് പോയി. ഏട്ടന് പണിയില്ല, ഇക്ക് പണിയില്ല, ആരും പണി തരുന്നില്ല. എങ്ങനെ പണി തരാ? കള്ളും കഞ്ചാവും അടിച്ച് പെണ്ണിനെയും കൊന്ന് പോയവനാണ് പറഞ്ഞിട്ട് നാട്ടിലാകെ പരന്നു, ആകെ വഷളായി. നാട്ടുകാരെ മുന്നിക്ക് നോക്കാൻ പറ്റുന്നില്ല, ഒരു പണി കിട്ടണില്ല, ഒരു കാര്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല, കുടുംബക്കാരുടെ അടുത്തേക്ക് പോകാൻ പറ്റണില്ല. ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി. അപ്പൊ എന്തുണ്ടായി? ഓളെ കാര്യം ഈ ചിന്തിച്ചേക്കണോ? ഇനിയിപ്പോ ഓളത് എന്താന്ന് ആലോചിച്ചിട്ട് കാരണവർക്ക് യാതൊരു സമാധാനവും ഇല്ല എന്നും അങ്ങനെ പറയും. ഞാൻ എന്താ എത്ര ചങ്ങന്മാരോ ഓൻ കട്ടതും പിടിച്ചോന്നല്ലോ. ഒരു മനുഷ്യനെ കൊന്നാണ്ട് പിന്നെ പോയതല്ലേ. ഇങ്ങനെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, ഞാൻ ഒന്നിനെ കൊന്നാണ്ടല്ലോ ഞാൻ പോയത്. ഞാൻ ഇവിടെ തിരിച്ചു തരുന്നില്ലേ? എന്നാ ഏട്ടാ, അമ്മേനെങ്കിലൊക്കെ ഒന്ന് ലാസ്റ്റ് ഒന്ന് കാണാന്. ഞാൻ പിന്നെ നിങ്ങളെ ശല്യം ചെയ്യാൻ വരൂല. രജീഷ, ഈ ഒന്ന് പറയടാ. അനു, ഇയെങ്കിലും ഒന്ന് പറയാ. അമ്മേനെങ്കിലൊക്കെ ഒന്ന് കാണാലോ. അമ്മേന്റെ പേര് മണിച്ചാണ്ട് വരണ്ട. അന്ന് കാട്ടിക്കൂട്ടിന് ശേഷം അമ്മ കറുപ്പ് കിടന്നതാ. ഇതേരെ അമ്മ നീച്ചിട്ടില്ല. പോക്ക് പോയിട്ടേ അമ്മാനെ നമ്മള് ചികിത്സിക്കാത്ത ഡോക്ടറില്ല, കൊണ്ടാത്ത സ്ഥലങ്ങളില്ല. അതൊന്ന് ജീവൻ വെച്ച് വരുന്നുള്ളൂ. ഇനി വന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പണി കടുപ്പിലാവും. ഇനി നമ്മളെ കൊണ്ടേ പറ്റൂല. ആ ഭാഗത്തേക്ക് ആ വളപ്പിക്ക് കിടക്കണ്ട. എനക്ക് പറ്റിയ കൂട്ടുണ്ടല്ലോ, പോയിക്കോന്റെ ഒപ്പം. ഞങ്ങളുടെ പോയിക്കോ, മൂപ്പരം പോയിക്കോ, ജയിക്കാനെ പോയിക്കോ. അത് നല്ലത്. നമുക്ക് പോവാട്ടാ. ഷാജിയേട്ടാ, ഞാൻ എന്താ കാട്ടുക? നമ്മള് നോക്കി സ്വന്തക്കാരുടെ അവസ്ഥയാണ് ഇപ്പത്. ഞാൻ ആ കള്ളിന്റെ കഞ്ചാവിന്റെ ഇടയിൽ അങ്ങനെ പറ്റിപ്പോയതാണ്. എന്താ ചെയ്യാന്നും കൂടെ അറിയില്ല. ഒരു മനുഷ്യനെ നമുക്ക് തോന്നല്ല. അവിടെ ആകെ നോക്കുമ്പോ ഇരുട്ടും ഒക്കെയാണ് വരുന്നത്. എന്റെ മുന്നിൽ ഒരു ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. ഇത് എന്റെ ഒപ്പം പോരണോ? അനക്ക് വഴി ഞാൻ കാണിച്ചു തരാം. ഇത് നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. പോരെ പോരെ. അല്ല, നിങ്ങൾ പോയിക്കോളി. ഞാൻ പോയി തൂങ്ങി എത്തന്നാല് ഞാൻ പോവാ. ആ ഉണ്ണി എന്നെ ഞാൻ ഈ തെരഞ്ഞെടുന്നത് സാധനം ഉണ്ട്. പാക്കിന്റെ വേണ്ടത് എനിക്ക് പൈസ പിന്നെ തന്നാലും മതി. ഇവനെവിടെയും കണ്ടില്ലല്ലോ. ഇവനേതാ? അതിന്റെ ഒപ്പം ജയിലിലുണ്ടായിരുന്നു. അപ്പൊ ഒപ്പണ്ട് ഇറങ്ങിയപ്പോ അങ്ങോട്ട് വന്നതാ. നമ്മളെ നാട്ടിലേക്ക് വരാറുണ്ട്. അത് പോയി ആകെ ഭ്രാന്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് പോയി. എന്നാ ഇതും കൂടി വെച്ചോ. സാധനം അടിപൊളി, മരുന്ന് അടിപൊളി സാധനമാണ്. വെച്ചോ, ടെൻഷനൊക്കെ മാറും. ഒന്നും കൊണ്ട് പേടിച്ചണ്ട, എല്ലാം ശരിയാവും. ദൈവേ, ഈ സാധനമാണല്ലോ എൻ്റെ ജീവിതം തകർത്തത്. ഇതന്നെ ഇപ്പൊ എൻ്റെ കൈക്ക് വീണ്ടും വന്നു. ഞാൻ എന്താ ചെയ്യാ? ഉണ്ണിയെ ഇജ് വന്നത് അറിഞ്ഞു. ഞാനേ കുറെ നോക്കിയാനാ, കണ്ടിട്ടില്ല. പിന്നെ എന്റെ പെരക്കാരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ പറയണ്ട്, ഈ വന്ന് പെരി കയറാൻ പാടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. എന്താ എന്റെ കയ്യില് ഈ വീണ്ടും തുടങ്ങിയ ഇത് പരിപാടി? എന്താ ഉണ്ണി, ഇതെല്ലാം എന്റെ ജീവിതം നശിപ്പിച്ചു എങ്ങയെ. എന്നിട്ടല്ലേ ഈ കളി കളിക്കണത്? എന്താ അത്? മഴയും പെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ സൈഡിക്കുന്ന ഉണ്ണിയെ, ഇതാണ് എന്റെ ജീവിതം തകർത്ത്. എന്നിട്ട് വീണ്ടും ചെയ്യുമ്പോ തന്നെ തൊട്ടിട്ട് എന്തൊക്കെയാണ് എന്റെ അവസ്ഥ? അന്ന് തുടങ്ങിയപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഓല് തന്നു, എന്നെ ഈ അപകടത്ത് പെട്ടു. ഓല ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ?
ഇപ്പൊ ഇറങ്ങി ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്തേക്ക് സാധനമായിട്ട് വന്നു. എൻ്റെ ജീവിതമാണ് ഇപ്പൊ പോയത്. എൻ്റെ നാട്ടുകാർക്കും ആർക്കും എന്നെ വേണ്ട, വീട്ടുകാർക്ക് വരെ എന്നെ വേണ്ടല്ലോ. നമുക്കൊരു ആശ്രയമുള്ള ഒരു വീടാണ്, ആ വീട്ടുകാർക്ക് വരെ എന്നെ വേണ്ട. ഈ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഷാഫിയെ, ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ലടാ. ആരുമില്ലാത്തവനെ പടച്ചോൻ പറഞ്ഞാൽ സാധനം കൊണ്ടുതന്നപ്പോ ഇത് അല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇതിന്റെ മുന്നിക്ക് നോക്കുമ്പോ വെറും ഒരു കൂരിട്ട് മാത്രമാണ്. അപ്പൊ ഒരാളൊരു സാധനമായിട്ട് വന്നു, അതിലൊരു ആശ്രയം, വേറെ ഒന്നുമില്ല എന്റെ മുന്നില്. ഉണ്ണിയെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അത് ഈ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, എനിക്ക് നന്നാവണോ എൻ്റെ കൂടെ വന്നോ, ഞാൻ അതിനുള്ള വഴികളൊക്കെ ചെയ്തുതരാം. അല്ല എനിക്ക് കേട് വരണോ, ഇവിടെ നിന്നോ, സ്വയം നശിച്ചോ, അല്ല വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ഈ വരുന്നുണ്ടെങ്കിൽ വന്നോ, ഞാൻ പോവാതായാലും നിക്ക്, ഞാനുണ്ട്. അതാ നല്ലത്. എനിക്ക്